എല്ലാവർക്കും നമസ്കാരം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് ചെമ്പഴന്തിയിലുള്ള ശ്രീ നാരായണ ഗുരുദേവൻ്റെ ജന്മഗൃഹത്തിന് മുമ്പിലായിട്ടാണ്. ഇന്നിവിടെ വരാൻ കാരണം നമ്മുടെ ഗുരുജിയായിട്ടുള്ള ഹരിദ്വാറിൽ നിന്ന് വന്ന യോഗി അംഗനാഥ് മഹാരാജിൻ്റെ ആവശ്യപ്രകാരം നാരായണ ഗുരുദേവൻ്റെ ജന്മഗൃഹം സന്ദർശിക്കണമെന്നൊരു ആവശ്യം നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇന്നിവിടെ വന്നു. ഇവിടെ വെച്ചൊരു വീഡിയോ ചിത്രീകരിക്കണമെന്ന് തോന്നിയതിൻ്റെ ആവശ്യകത, നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെയൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു രീതി, വീട്ടിൽ മാത്രമല്ല ഓഫീസിലാണെങ്കിലും ഒക്കെയും നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്, അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനായി കാണണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതിഥിയെ വർജിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണ്, അതിഥിയെ ഹാർദവമായി സ്വീകരിക്കുന്നതുകൊണ്ടുണ്ടായ ഗുണങ്ങളെന്താണ് എന്നുള്ളതാണ് നമ്മളിതിനകത്ത് അറിയേണ്ടത്. അതിഥി വർജനം കൊണ്ട് 4 തരം ദോഷങ്ങളുണ്ടാകുമെന്നാണ് കഠോപനിഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃതം, 4 കാര്യങ്ങളാണ് പറയുന്നത്. ആശ നമ്മൾ അതിഥി വർജനം കൊണ്ട് സംഭവിക്കുന്നതാണ്. വരുന്ന അതിഥിയെ, നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിയെ നമ്മൾ വേണ്ട രീതിയിൽ സ്വീകരിക്കാതെ, അവർ വരുന്ന സമയത്ത് അവർ എന്താണോ അവർക്ക് അർഹതയുള്ളത് അത് അവർക്ക് കൊടുക്കാതെ നമ്മളവരെ വർജിക്കുമ്പോൾ അവരിൽ നിന്നുള്ള ചില അവസ്ഥകൾ അവിടെ ആ പ്രപഞ്ചത്തിൽ നമുക്ക് ഈ ദൃഷ്ടിഗോചരമൊന്നും അല്ലെന്നും അത് ലയിക്കും അവിടെ, എന്നിട്ട് അവർ മടങ്ങിപ്പോവും. പക്ഷെ അതുകൊണ്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഗൃഹസ്ഥ വീട്ടിൽ താമസിക്കുന്നവർക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയുന്നത്. ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃതം. ആശയെന്ന് പറഞ്ഞാൽ നമ്മൾ ആശിച്ചിരിക്കുകയാണ്, പല ആശകൾ നമുക്കുണ്ട്. അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം, വലിയ വീട് കെട്ടണം, വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം, വലിയ ജോലി കിട്ടണം, ഇങ്ങനെയൊക്കെ ആശിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ആശകൾ നശിച്ചു പോകുന്നതാണ് കഠോപനിഷത്ത് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നു പ്രതീക്ഷ. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇപ്പം നമുക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വരും, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇപ്പം ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നിറങ്ങും, അപ്പം നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായി അവിടെ പോയി വാഹനമായിട്ട് നിൽക്കുകയായിരിക്കും. അന്നേരമായിരിക്കും കേൾക്കുന്നത് ആ മകൻ വന്ന് ആ ഫ്ലൈറ്റ് തകർന്നു, എല്ലാവരും തീർന്നു. മനസ്സിലായില്ല? അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷ നശിച്ചു പോവുക എന്ന അവസ്ഥ. സംഗതമെന്ന് പറഞ്ഞാൽ അതിന് ഈ ഉപനിഷത്തിലൊരു രാജാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ സംഗതത്തെക്കുറിച്ച് പറയുന്നത്. ഒരു രാജാവിന് 2 ഭാര്യമാരുണ്ട്, 2 പത്നിമാരുണ്ട്. ഇവർ 2 പേരും, ഇവർക്കും എല്ലാം പ്രായമായി. രാജാവിന് 50 വയസ്സിൽ കൂടുതലായി. ആദ്യത്തെ ഭാര്യയ്ക്ക് 49 വയസ്സ്, രണ്ടാമത്തെ ഭാര്യയ്ക്ക് 46 വയസ്സൊക്കെയായി. ഇത്രയും പ്രായമായിട്ട് ഇവർക്ക് മക്കളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ രാജാവ് ഒരുപാട് ഹോമങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് യാഗങ്ങളും മറ്റതും മറിച്ചതും എല്ലാം ചെയ്തു നോക്കി, എന്നിട്ടൊന്നും മക്കളുണ്ടാകുന്നില്ല. അവസാനം ഇവരെ ഒരുപാട് ഹോമമൊക്കെ ചെയ്തതിൻ്റെ ഫലമോ എന്തായാലും ഇവർക്കൊരു കുഞ്ഞുണ്ടായി. ആദ്യത്തെ ഭാര്യയിലൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം വലിയ സന്തോഷമായി, ആ ദേശത്ത് മുഴുവൻ വലിയ സന്തോഷമായി, വലിയ ആഘോഷങ്ങളൊക്കെ ആയി. 1 വർഷം കഴിഞ്ഞു. അങ്ങനെ കാര്യം അനന്തര അവകാശിയായല്ലോ, അടുത്ത രാജകുമാരൻ ജനിച്ചല്ലോ. അപ്പം 1 വർഷം കഴിഞ്ഞപ്പോഴുണ്ട് ഈ രണ്ടാമത്തെ ഭാര്യയ്ക്ക് തോന്നി, രാജനിപ്പോൾ എന്നോടുള്ള സ്നേഹം ഒത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ എന്താ ചെയ്യുക? അവരാലോചിച്ച് അവരുടെ ബുദ്ധിയിൽ, ഒരു കുരുട്ട് ബുദ്ധിയിൽ എന്ന് വേണം പറയാൻ, അവർ ഒരു കുഞ്ഞിന് കുറച്ച് വിഷം കൊടുക്കുകയാണ്, ആരും കാണാതെ. ആ വിഷം കഴിച്ച് കുഞ്ഞ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ആകെ കൂടെ രാജനും ആദ്യത്തെ പത്നിയും രാജ്യം മുഴുവൻ അത്യന്തം വിഷമസ്ഥിതിയിലായി, ദുഃഖമായി. അങ്ങനെ ദുഃഖമായിട്ട് ഈ രാജഗുരുക്കന്മാരെ എല്ലാം കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ വലിയ ചർച്ചയാണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ രാജഗുരു പറയണൊരു വാക്കുണ്ട്, രാജൻ നിങ്ങൾ അതിഥി വർജനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുക. എന്താണ്?
നിങ്ങൾ അതിഥി വർജനം നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ഫലമാണിതുണ്ടായെന്ന് പറഞ്ഞു. അപ്പം എന്താണ്, കയ്യിൽ കിട്ടിയത് നമുക്ക് അനുഭവിക്കാൻ യോഗമില്ലാതെ വരിക. ഇതാണ് സങ്കടം എന്ന് പറയുന്ന അവസ്ഥ. നമുക്കൊന്ന് കിട്ടി, ആഗ്രഹിച്ചിരുന്ന് നമുക്ക് കിട്ടി, ഒരു കുഞ്ഞിനെ കിട്ടി, പക്ഷേ നമുക്കത് അനുഭവിക്കാൻ യോഗമില്ലാതെ പോവുക. അവരുടെ മനസ്സിലപ്പോൾ തോന്നുവാണ് അവരോടുള്ള സ്നേഹം കുറഞ്ഞു തോന്നിയിട്ട് ആ കുഞ്ഞിനെ കൊന്നുകളയുക. അപ്പോഴാണ് രാജഗുരു പറയണത്, രാജൻ നിങ്ങൾ അതിഥി വർജനം നടത്തിയിട്ടുണ്ട്. ഞാനത് ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിഥി വർജനം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ പറയുന്നതാണ് സൂനൃതം. ഇത് ഉപനിഷത്തിലെ വാക്കുകളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഉണ്ടാക്കി പറയുന്ന സംഗതിയല്ലിത്, ഇത് പരമാർത്ഥ സത്യമാണ്. സൂനൃതം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാം ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്, മൊത്തം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പക്ഷേ സംസാരിക്കാൻ ഈ നാവിൽ നിന്ന് വരത്തില്ല, സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇതിനെ എങ്ങനെ ഒന്ന് അവതരിപ്പിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇതിനാണ് സൂനൃതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്, അതിഥികളെ വർജിക്കാതിരിക്കുക. അതാരായാൽ തന്നെയും. അതിഥിക്ക് പല രീതിയിൽ പറയുന്നുണ്ട്, തിഥി അറിയാതെ വരുന്നവർ, തിഥി അറിയിക്കാതെ വരുന്നവർ എന്ന് പലതും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന, അപ്പം പ്രത്യേകിച്ച് ഈ സന്യാസികളെ പോലുള്ള ആൾക്കാരൊക്കെ തിഥി ഇല്ലാത്തവർ, അവർക്ക് തിഥിയെ വിഷയമല്ല. അങ്ങനെ വീട്ടിൽ കടന്നു വരുന്നവരെയൊക്കെ നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കണം. അവർക്ക് വേണ്ടുന്ന ആരതി ഒഴിഞ്ഞോ പാദസേവ ചെയ്തോ അവരുടെ കാൽ കഴിയോ ഒക്കെ സ്വീകരിച്ച് അങ്ങനെ ശ്രേഷ്ഠമായി സ്വീകരിക്കണം. അല്ലാതെ നമ്മുടെ വീട്ടിൽ വരുന്ന മറ്റുള്ള അതിഥികളെ ആണെങ്കിലും നമ്മൾ പൂർണ്ണാവസ്ഥയിൽ സ്വീകരിക്കണം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ വീടുകളിൽ വരും. നമ്മളെ അതിഥികളെ വർജിക്കരുത്. ഇന്ന് പല വീടുകളിലും കണ്ടുവരുന്നത്, വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അവിടുത്തെ ഭാര്യയും ഭർത്താവും ഗോസ്റ്റാകുന്ന കാണാറുള്ളത്. ആ അവസ്ഥ നമ്മൾ മാറണം. നമ്മൾ അന്നേരം വഴക്കുണ്ടാക്കി അവരെ ഓടിച്ചു വിടുകയൊക്കെ ചെയ്താൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് നാം ഓർമ്മിപ്പിച്ചത്. നാം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ദർശിച്ച ആൾക്കാർ ആരാധന ചോദിച്ചാൽ നമ്മുടെ ഋഷിമാരാണ്, ഋഷി പരമ്പര കഠോപനിഷത്തിൽ പറയുന്നതാണ്. അപ്പോൾ വരുന്ന അതിഥിയെ പൂർവാധികം ഭംഗിയായി സ്വീകരിക്കണം. എന്ന് വെച്ചാൽ ആദ്യം അവർക്ക് ഇരിക്കാൻ ഇടം കൊടുക്കുക, കുടിക്കാൻ ജലം കൊടുക്കുക, ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള അവസ്ഥ കൊടുക്കുക. ആ വരുന്ന അതിഥികളെ നിങ്ങളിവിടെ താമസിക്കുന്നെങ്കിൽ ഒരു ദിവസം താമസിക്കൂ എന്നെങ്കിലും, ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ആവശ്യപ്പെടുക. അവർ താമസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അങ്ങനെ എല്ലാ തരത്തിലും അവരെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ കഴിച്ചില്ലെങ്കിലും വരുന്ന അതിഥിക്ക് നമ്മൾ ആഹാരം കൊടുക്കണം. ഇതിൻ്റെ പുണ്യം ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനിയൊരു ജന്മം എടുക്കേണ്ടി വന്നാലും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അങ്ങനെ ആ പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് പറയും. നമ്മൾ പൂർവ്വകർമ്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് ഈ ജന്മത്തിൽ വ്യാധിയായിട്ട് വരുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ കലിയുഗമായതുകൊണ്ട് ഉടനെ എല്ലാത്തിനും ഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് കരുതുക, അതിഥിയെ പൂർണ്ണമായും, വീട്ടിൽ വരുന്ന അതിഥികളെ പൂർണ്ണമായും സ്നേഹത്തോടെ സ്വീകരിക്കുക. എല്ലാ തരത്തിലും അവരെ സൽക്കരിക്കാൻ നമുക്ക് മറക്കരുത്. സർവ്വശ്രേഷ്ഠമായ അവസ്ഥകളിലും അവരെ നമ്മൾ സൽക്കരിക്കണം. എല്ലാം നിങ്ങൾക്ക് മംഗളകരമായി വരട്ടെ, എല്ലാവർക്കും ഐശ്വര്യമുണ്ടായി വരട്ടെ, എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.